ഹലോ ഡിയേഴ്സ്, വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. എനിക്കിതെൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നാരെ നാത്തൂൻ്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി വെണ്ടക്ക കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് വെണ്ടക്ക റെസിപ്പീസിൽ പെട്ടത് കൂടിയാണ്. അപ്പം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. കുറേ കാലമായിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് കേട്ടോ എഡിറ്റ് ചെയ്തിടാനായത്. പിന്നെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നെവർ മൈൻഡ് ആക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ മൺകലത്തിലാണ് വെക്കുന്നത്, മൺചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ പ്രോസസ്സിൽ കുക്കറിൽ വേണമെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക് ഇതുപോലെ കുറച്ച് സൈസിൽ തന്നെ കട്ട് ചെയ്തിട്ടിട്ട് നല്ല വാഷ് ചെയ്ത ശേഷമാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. മെയിൻലി ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള ആ വഴുവഴുപ്പൊക്കെ ഒന്ന് കളയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എണ്ണയിലിട്ട് വഴറ്റുന്നതിലൂടെ അതൊക്കെ ഒന്ന് പോയിട്ട് ഒരു മുരിയാനുള്ള ടെൻഡൻസിയിലെത്തും. അപ്പോഴേക്കാണ് കേട്ടോ നമ്മൾ അടുത്ത പ്രോസസ്സൊക്കെ തുടങ്ങേണ്ടത്. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് വിചാരിച്ചിട്ട് ഓവറായിട്ട് തീയിൽ കത്തിച്ച് കരിച്ച് കളയരുത്. ഇതിലേക്ക് നമ്മുടെ അടുത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇതിലത്തെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അത് നമ്മളൊരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും വറുത്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആ ഒരു വറുത്ത ഫ്ലേവറിലുള്ള മല്ലി നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്ലേവറാണ് കേട്ടോ. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയും അതേപോലെ തന്നെ എണ്ണയിലിട്ടൊന്ന് ഈ ഒരു വെണ്ടക്കയുടെ കൂടെ തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ വീഡിയോ ഇതിൽ ക്യാപ്ചർ ആയിട്ടില്ല കേട്ടോ. അതും ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെണ്ടയ്ക്കാവുമ്പോൾ നിങ്ങൾക്ക് ഊഹിച്ചാൽ മതിയാവും എത്ര പുളി വേണമെന്ന്. അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നെല്ലിക്ക വലിപ്പത്തിലൊന്നും ആവശ്യമില്ല, കാരണം ഇതൊരു വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് പുളിയുടെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇത് പിഴിഞ്ഞൊഴിക്കുമ്പോൾ കുറച്ച് അധികം ഒഴിക്കുക, കാരണം അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്യണോണ്ട് തന്നെ കുറേ നേരം ഇതിൽ തിളക്കേണ്ടി വരും. നമ്മൾ ഇത് ആവശ്യത്തിന് വെള്ളം നമ്മൾ അതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ഇട്ടിട്ട് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു മല്ലിപ്പൊടി ആയാലും വെണ്ടയ്ക്ക ആയാലും നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. പെരുംജീരകം ഇങ്ങനെ മുഴുവനായിട്ടില്ല എങ്കിൽ ജസ്റ്റ് നിങ്ങൾ പെരുംജീരകപ്പൊടി കൂടി നമ്മൾ മല്ലിപ്പൊടി വറുത്ത ഉടനെ ആഡ് ചെയ്യണം. എൻ്റെ കയ്യിൽ മുഴുവനായിട്ടുള്ള പെരുംജീരകമാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് അത് തേങ്ങയിലിട്ട് അരക്കാമെന്ന് കരുതി കേട്ടോ. ഇത് നന്നായിട്ട് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോഴേക്ക് നമുക്ക് അതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. ഒരു അരമുറി തേങ്ങ ചിരവിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ പെരുംജീരകവും 2 അല്ലി വെളുത്തുള്ളിയും ചീരുള്ളിയും ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ അരക്കാൻ വെച്ച ശേഷം നമ്മളിവിടെ വെണ്ടക്ക കുക്കായോന്ന് നോക്കുകയാണ്. വെണ്ടക്കയ്ക്ക് ഓവറായിട്ടുള്ള വേവൊന്നുമില്ല, ഓൾറെഡി ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ അടുപ്പത്ത് വെക്കണോണ്ട് തന്നെ ഓവറായിട്ട് വേവില്ല, ഉടഞ്ഞു പോവില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തിളപ്പിക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നന്നായിട്ട് കുക്കായ ശേഷമാണ് നന്നായിട്ട് തേങ്ങയുടെ അരപ്പ് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കണം. സാധാരണ നമ്മുടെ കറികളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്യുക. ഉപ്പും പാകമില്ലെന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പം ഉപ്പും വെള്ളമൊക്കെ പാകമായതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ തന്നെ നമ്മുടെ കറി വാങ്ങി വെക്കാം. ഇനി മെയിനായിട്ട് അതിലേക്കുള്ള വറവ് ഇത് ചേർക്കലാണ് കേട്ടോ. അതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താ നമ്മൾ ഇങ്ങനെ വറുക്കുന്നതിലാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ തേങ്ങരച്ച കറികൾ കടു വറുക്കാറാണ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു കറി നമ്മൾ തൂമിക്കാണ് കേട്ടോ ചെയ്യണത്. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചീരുള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് മൂപ്പിച്ചിടുന്നതിനെയാണ് കേട്ടോ തൂമിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഒരു 4-5 അല്ലി ചീരുള്ളിയും 3-4 അല്ലി വെളുത്തുള്ളിയും ഇട്ടിട്ട് തൂമിച്ച് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കറി ലീവ്സ് കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ തേങ്ങ അരച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കറിയിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ്. അപ്പം ഇത് കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ്. നിങ്ങൾ ലൂസ് കൺസിസ്റ്റൻസിയിൽ കറി ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ പുളി പിഴിഞ്ഞൊഴിക്കുമ്പോൾ കുറച്ചധികം വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ തേങ്ങ അരച്ച് പാരുമ്പോൾ കുറച്ചുകൂടിയും കൂടി ഒഴിക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇതിലേക്ക് ഇനി ഡയറക്റ്റായിട്ട് വെള്ളമൊന്നും ഒഴിക്കരുത്. ഒഴിക്കണമെങ്കിൽ തന്നെ തിളപ്പിച്ച വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഉപ്പും പുളിയൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കിയിട്ട് നമ്മളിവിടെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണമെന്നില്ല കേട്ടോ.
ഇപ്പോൾ നമ്മൾ ഈ ഒരു കറി ഉണ്ടാവുമ്പോൾ തേങ്ങ അരച്ച കറിയാവുമ്പോൾ ഞാൻ ഇത് മാത്രമേ കൂട്ടാറുള്ളൂ. ഇതുണ്ടാവുമ്പോൾ എക്സ്ട്രാ കുറച്ച് ചോറ് കൂടിയും കഴിക്കാറുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഷുവറായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കന്ന് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ലാസ്റ്റായിട്ട് നമ്മൾ കഴിച്ചിട്ടുള്ള ലഞ്ചിൻ്റെത് കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് അത് ഈ ഒരു കറി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ഒഴിച്ചതൊക്കെ ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ലൈഫിൽ ഇനി ഒരു ചാൻസ് കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതുവരെ ചാനൽ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുന്നേ. നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നും വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കുന്നതിന് മാഷാല്ലാ കുഴപ്പമില്ലാത്ത റിസൾട്ടൊക്കെ കിട്ടുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ കണ്ടൻസൊക്കെ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ നെഗറ്റീവ് ആണെങ്കിലും പോരായ്മകളാണെങ്കിലും എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞിട്ട് പോണേ. അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.